ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഒരു ഫാർമസി റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യാമെന്നാണ്. അതായത് GPAT എന്ന് പറഞ്ഞൊരു എക്സാം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. സോ എന്താണ്, ഞാനും അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ, പിന്നെ സിലബസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അതായിരിക്കും ഇന്നത്തെ വീഡിയോ. GPAT-നെ കുറിച്ചൊരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ തരാം. GPAT എന്ന് പറഞ്ഞാൽ അതായത് B.Pharm കഴിഞ്ഞിട്ട് അതിൻ്റെ മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് M.Pharm എടുക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഒരു എക്സാമാണ് GPAT എന്ന് പറയുന്നത്. പിന്നെ അത് അപ്ലൈ ചെയ്യാൻ പറ്റണത് 3rd ഇയർ തൊട്ട്, അതായത് B.Pharm 3rd ഇയർ 4th ഇയറിലൊക്കെ നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാം. പിന്നെ വൺസ് ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പാസ്സായി കഴിഞ്ഞാൽ 3 വർഷത്തോളം വാലിഡിറ്റി ഉണ്ട്. പിന്നെ ഇത് ഈ എക്സാം നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നത്. പിന്നെ ഇതൊരു കമ്പ്യൂട്ടർ ഓൾ ഇന്ത്യ എക്സാം ആണ്. പിന്നെ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും കൂടെയാണ്. 3 മണിക്കൂറാണ് ടൈം. അതൊക്കെയാണ് GPAT-നെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. മെയിനായിട്ട് B.Pharm, പക്ഷേ മാസ്റ്റേഴ്സിന് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റ് കോളേജും അല്ലാതെ നമുക്ക് പ്രൈവറ്റ് കോളേജും അതിനൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് GPAT എഴുതുന്നത്. പിന്നെ അതുപോലെ വലിയൊരു ഇങ്ങനത്തെ എക്സാംസ് ഒക്കെ ഉണ്ട്, നൈപ്പർ, അങ്ങനത്തെ കുറച്ച് എക്സാംസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് GPAT ക്വാളിഫൈ ആയിരിക്കണം, എന്നാലും നമുക്ക് അതിനെ അപ്ലൈ വരെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് GPAT ആ എക്സാം എഴുതണത്. അപ്പം ഇതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പം നെക്സ്റ്റ് വന്നിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അപ്പം അതൊക്കെയാണ് ഞാൻ ഈ അടുത്ത് ഷെയർ ചെയ്യാൻ പോണത്. അപ്പം ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് 19 ഏപ്രിൽ തൊട്ട് മെയ് 8 വരെയാണ് അതിൻ്റെ ഡേറ്റ്. സോ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി, കുറച്ചല്ല നല്ല ലേറ്റായിപ്പോയി ഈ വീഡിയോ ഇടാനായിട്ട്. അതായത് ഞാൻ ഈ 2 ദിവസം മുമ്പാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പം അതൊക്കെ ആ പ്രൊസീജിയേഴ്സ് അറിഞ്ഞാലേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ലേറ്റായിപ്പോയത്. പിന്നെ എൻ്റെ എക്സാം വന്നിട്ട് അപ്പം മെയ് 8 വരെ ഉള്ളൂ. അപ്പം ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ, ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്യാനൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തോണം. മെയ് 8 വരെ, മെയ് 8 11:55 PM അതുവരെയാണ് ടൈം. അപ്പം അതിനുള്ളിൽ നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ എന്താണ് പറയാനുള്ളത്, ഇതിൻ്റെ എക്സാം ഡേറ്റും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 8-നാണ് എക്സാം. പിന്നെ ജൂലൈ 8-ന് റിസൾട്ടും പബ്ലിഷ് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് അവർ മീൻസ് GPAT-നെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേഷൻസ്, ആ സംഭവങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ പറയാനുള്ളത് ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യണേന്നാണ്. സോ അത് കുറച്ച് എന്താണ് പാർട്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മീൻസ് കുറച്ച് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും അവർ ആദ്യം ചോദിക്കണത്. അതായത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ അതുപോലെ എന്താണ് ചോദിക്കണത്, ജെൻഡർ, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളായിരിക്കും പേഴ്സണൽ ഡീറ്റെയിൽസിൽ പറഞ്ഞത്. പിന്നെ അടുത്തെന്ന് പറയണത് ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആയിരിക്കും. അതായത് നമ്മുടെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആധാർ നമ്പർ അടിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് എന്താണ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, പാൻ കാർഡ്, അങ്ങനത്തെ ഓരോ സംഭവം, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഉണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മളിങ്ങനെ കൊടുക്കുമല്ലോ, അതിൻ്റെ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഐഡന്റിഫിക്കേഷൻ ഈ സംഭവത്തിൽ പറഞ്ഞത്. പിന്നെ ചോദിക്കുന്നത് അഡ്രസ്സാണ്, നമ്മളെ പെർമനന്റ് അഡ്രസ്സ് ആ സംഭവങ്ങളൊക്കെ കൊടുക്കണം. പിൻകോഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ അടുത്ത സെക്ഷൻ പറഞ്ഞത് നമ്മുടെ മാർക്കിന്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽസ്, നമ്മൾ ഏത് ബോർഡാണ്, സ്റ്റേറ്റ്, CBSE, അങ്ങനത്തെ കുറേ ഇതുണ്ടല്ലോ അത്. പിന്നെ 10ാം ക്ലാസ് ഏത് വർഷമാണ് പാസ് ഔട്ട് ആയത്, പിന്നെ ആവറേജ് മാർക്ക് കിട്ടിയത്, അതിന്റെ പെർസെൻറ്റേജ് എന്തോ ആക്കി എഴുതണം. അപ്പം അത് 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ +2ന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇത് സെയിം പ്രൊസീജിയറിൽ +2ന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. പിന്നെ അവസാനം ചോദിക്കുന്നത് B.Pharm-നെ കുറിച്ചാണ്, B.Pharm-ന്റെ ഡീറ്റെയിൽസ്. അപ്പം 3rd ഇയറിലൊരു കുട്ടിയാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ 1st, 2nd ഇയറിലും ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. 4th ഇയറിലാണ് നമ്മളിപ്പം ഈ എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ 1st, 2nd, 3rd ഇയർ നമ്മൾ കൊടുക്കണം. അപ്പം ഞാനിപ്പം 3rd ഇയറിലെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് 1st, 2nd സെമ്മും ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് B.Pharm ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ 1st ഇയറിൽ എത്ര മാർക്ക് ആവറേജ് ഉണ്ടായിരുന്നെന്ന്. അപ്പം നമ്മൾ 1st സെമ്മും 2nd സെമ്മും കൂടെ കൂട്ടി ആവറേജ് ഇട്ട് ആ പെർസെൻറ്റേജ് കൊടുക്കണം. അപ്പം അങ്ങനെ 2 വർഷവും 1st ഇയറും കൊടുക്കണം, 2nd ഇയറും കൊടുക്കണം. അപ്പം അതാണ് അടുത്ത് പറഞ്ഞത്. പിന്നെ പറയണത് വേറെ അഡീഷണൽ ഇൻഫോർമേഷൻ, അതായത് GPAT അത് ചോദിക്കണമെന്ന് പറഞ്ഞാൽ GPAT നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും എന്താണ് കോപ്പി അടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ GPAT-ൽ നമ്മൾ കാണിച്ചിട്ടുണ്ടോ, ഡീബാർ ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കുറച്ച് GPAT റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതുവരെ GPAT അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നോ, അങ്ങനെ എസ് ഓർ നോ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ അവർ ചോദിക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മെയിൻ സംഭവം, ഏത് സ്റ്റേറ്റിൽ നമുക്ക് എക്സാം വേണം, അല്ല ഏത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ കേരള. പിന്നെ പറയണത് എവിടെ എക്സാമിനേഷൻ സെന്റർ എവിടെ വേണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എക്സാമിനേഷൻ സെന്റർ 2-3 സ്ഥലത്തേ ഉള്ളൂ. തൃശ്ശൂർ, എറണാകുളം, ട്രിവാൻഡ്രം ഒന്നും ഇല്ല കേട്ടാ. 2-3 സ്ഥലം, കണ്ണൂർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് സെന്റർ കൊടുക്കണം. അത് സൂക്ഷിച്ച് വേണം കൊടുക്കുക. അവിടെ ആയിരിക്കും നമുക്ക് എക്സാം എഴുതാൻ പോവേണ്ടത്. അപ്പം സെന്റർ നമ്മൾ സൂക്ഷിച്ച് കൊടുക്കണം. പിന്നെ അടുത്ത് പറഞ്ഞത് എന്താണ്, ഇനിയാണ് കുറച്ച് പണിയുള്ള കാര്യം. ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതായത് അവിടെ വെച്ച് തന്നെ നമ്മുടെ ഫോട്ടോ സ്കാൻ ചെയ്യും. അതായത് സ്കാൻ ചെയ്തിട്ട് അവരൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യും. പിന്നെ നമുക്ക് റീസെൻ്റ്ലി, അതായത് ഒരു 3 മന്ത് ഒരു റീസെൻ്റ്ലി എടുത്തൊരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഇപ്പം എടുത്ത ഫോട്ടോയും ആ ഫോട്ടോയും സിമിലർ ആയിട്ടിരിക്കണം. മീൻസ് രണ്ടും നമ്മളാണെന്ന് തോന്നിക്കണം. അങ്ങനത്തെ കൊച്ചിലത്തെ ഫോട്ടോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ 3 മാസം, അല്ലെങ്കിൽ എന്തോ പറയാം, 3 മാസത്തിന് ഇടയ്ക്ക് എടുത്തൊരു ഫോട്ടോ വേണം. പിന്നെ നമ്മൾ ഇപ്പം എടുക്കുന്ന ഫോട്ടോ രണ്ടും സിമിലർ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ റിജക്റ്റ് ആവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കണതായിരിക്കണം. പിന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ വേണം. പിന്നെ അതുപോലെ സിഗ്നേച്ചർ, ഇതൊക്കെ സ്കാൻ ചെയ്ത് നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെയാണ്. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം ഞാൻ വിട്ടുപോയി, സോറി. എന്താണത്, ഒരു മിനിറ്റ്. പേയ്മെന്റ്. ഈ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു ഇതുണ്ട്, പേയ്മെന്റ്. പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് 3500 രൂപയാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്യണം. അതായത് ഗൂഗിൾ പേ വഴിയോ എങ്ങനെയെങ്കിലും നമ്മളതിനെ പേ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ്. ഇത്രയും ഫീ വന്നിട്ട് 3500 ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. ഇതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞില്ലേ, ഫസ്റ്റ് സെക്ഷൻ, അതിൽ നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ട് കാറ്റഗറി, OBC ആണോ, SC ST അങ്ങനത്തെ ജനറൽ ആണോ. അത് നമ്മൾ മര്യാദയ്ക്ക് ഫില്ല് ചെയ്യണം. കാരണം കുറേ നമുക്ക് ഇങ്ങനെ റിസർവേഷൻ ആണ്, മാർക്ക് റിഡക്ഷൻ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണല്ലേ റാങ്ക് കയറണം. അപ്പം നമ്മളിപ്പോൾ OBC ആണ്, SC ST ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടത് നമ്മൾ ആ ഓപ്ഷൻ കൊടുക്കണം കേട്ടോ, ചൂസ് ചെയ്യണം. അതൊന്നും മറന്നു പോകരുത്. അപ്പം ഇതാണ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ. അത്യാവശ്യം കുറച്ച് പണിയുണ്ട്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പം മെയിനായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത്, ഒന്ന് അപ്ലൈ ചെയ്യാൻ പൈസ വേണം. പിന്നെ നമുക്ക് ഈ 3 മാസത്തിനിടയ്ക്ക് എടുത്തൊരു ഫോട്ടോ വേണം. പിന്നെ നമ്മൾ തന്നെ പോകണം. കാരണം അപ്പം എടുക്കണ ഒരു ഫോട്ടോ അവർ സ്കാൻ ചെയ്യും, ഫോട്ടോ സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനൊക്കെ. അപ്പം നമ്മൾ തന്നെ പോയി അപ്ലൈ ചെയ്യണം. വീട്ടുകാർ പോയിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ പോകണം. പിന്നെ 10th +2 ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് വേണം, അതായത് പെർസെൻറ്റേജ് എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ BPharm ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ഈ സംഭവം ആവറേജ് കൂട്ടി എഴുതിയിട്ട് നമ്മൾ ആ സംഭവം കൂടെ അപ്ലോഡും കൂടെ ചെയ്യണം കേട്ടോ, മാർക്ക് ലിസ്റ്റ് സംഭവം. അപ്പോൾ ആ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, ആ സംഭവങ്ങളെല്ലാം വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ആധാർ കാർഡ്, പിന്നെ പാൻ കാർഡ്, ആ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ അതും വേണം. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം കുറച്ചും കൂടെ എളുപ്പമാവുമല്ലോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാ കാര്യവും മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരാൾക്കെങ്കിലും ഇത് ഞാൻ കാരണം ഉപയോഗപ്പെട്ടോട്ടെ അല്ലേ. എന്തായാലും ലേറ്റ് എല്ലാവരും അപ്ലൈ ചെയ്തായിരിക്കും, ഞാനായിരിക്കും ലാസ്റ്റ് അപ്ലൈ ചെയ്തത്. പിന്നെ അതുപോലെ ഞാൻ കേട്ടത് GPAT-ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എക്സാമിന്. അതായത് പെന്ന്, പേപ്പറൊന്നും ഉപയോഗിച്ചൂടാ, അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടാ. എന്തൊക്കെയോ ഭയങ്കര കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടെന്നാ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇതാർക്കെങ്കിലും ഉപയോഗപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.